വിവാദങ്ങളുടെ വേലിയേറ്റമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത്. ഒരു വിവാദ പ്രസംഗവുമായി ശ്രീലേഖ കൂടി എത്തുകയാണ്. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുമ്പോൾ പോലും കണ്ണടച്ചിരിക്കുന്ന സർക്കാരാണ് ഇപ്പോഴുള്ളത് എന്ന് ശ്രീലേഖ കുറ്റപ്പെടുത്തി. കേരളത്തിൽ സ്ത്രീ സുരക്ഷ ഇല്ലാത്തത് അതുകൊണ്ടാണെന്നും ശ്രീലേഖയുടെ പ്രസംഗം. അതിലേക്ക് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ കുറ്റം നടത്തുന്നത് ഒന്നും വലിയ പുത്തരിയല്ല, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ കരുതുന്ന ഒരു സമൂഹമുണ്ട്. പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ, അവിശ്വാസി ആയിട്ടുള്ള, അതായത് ദൈവവിശ്വാസമില്ലാത്ത ഒരു സർക്കാരും ദൈവവിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ 100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. ഇപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം പോലീസിൽ ഇത്ര കഠിനമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാതാകുന്നത്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ല, സമൂഹത്തിലല്ല, എവിടെയാണെങ്കിലും. ഇവിടെ രാഷ്ട്രീയത്തിനാണ് വില, അതിൽ കവിഞ്ഞ ഒന്നുമില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നിരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഇനി കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉന്നമനം കിട്ടണം എന്നുണ്ടെങ്കിൽ കേരള സർക്കാർ മാറണം, വിശ്വാസികളുടെ സർക്കാർ വരണം. ഇവിടെ NDA ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ ഉണ്ടാവുകയുള്ളൂ. പോലീസ് അതനുസരിച്ച് മാറും, നിയമങ്ങൾ അതനുസരിച്ച് മാറും, നീതി അതനുസരിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ടാവും. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, വോട്ടിന് വേണ്ടി എന്തും പറയുന്ന സ്ഥിതിയിലേക്ക് സ്ഥാനാർത്ഥികൾ പോവുകയാണോ? വിവാദ പ്രസംഗം നടത്തുന്ന ശ്രീലേഖയാണ്. ശ്രീലേഖ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തക മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ 1.5-2 വർഷമായിട്ടേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ കൂടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കേരളത്തിൽ സ്ത്രീ സുരക്ഷയില്ല, അതൊക്കെ പറയാം. പക്ഷേ ലവ് ജിഹാദിന്റെ കാര്യം പറയുമ്പോൾ അതിലൊരു ജാഗ്രത പാലിക്കേണ്ടതായിരുന്നില്ല? ഈ പ്രസംഗം എവിടെയായിരുന്നു? ജാഗ്രതക്കുറവാണോ അതോ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വോട്ട് ലഭിക്കാൻ ഏത് തന്ത്രവും പയറ്റാം എന്ന ചിന്തയാണോ ഇതിന് പിന്നിലെന്നറിയില്ല. എങ്കിലും ലവ് ജിഹാദ് എല്ലാ ഘട്ടത്തിലും വിവാദമാകുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ, അഭിപ്രായ പ്രകടനങ്ങളെല്ലാം വിവാദമായിട്ടുണ്ട്. അതിന് അറുതി വന്നത് ഈ പറഞ്ഞതുപോലെ കേരള അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതികളിലൊക്കെ ഇത്തരത്തിലൊരു കാര്യമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും പിന്നീട് അതിന്മേൽ ചർച്ചകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴെന്തായാലും ശ്രീലേഖയെ സംബന്ധിച്ച് ഈ പ്രസ്താവന നടത്തുന്നത് ശാസ്തമംഗലത്ത് ചേർന്ന ബ്രഞ്ച് വിത്ത് ശ്രീലേഖ എന്ന ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമുള്ള പരിപാടിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. അതായത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉയർന്നു. അതിന് മറുപടിയായിട്ടാണ് ശ്രീലേഖ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ ജാഗ്രതക്കുറവ് ഉണ്ടായി എന്നുള്ളത് കൃത്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവം പങ്കുവയ്ക്കുന്നു. ഒപ്പം അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ DGP ഒപ്പം നിന്നില്ല. DGP ഒപ്പം നിൽക്കണമെങ്കിൽ അത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി ഉണ്ടാകണം, രാഷ്ട്രീയമായ പിന്തുണ ലഭിക്കണം. അത് ലഭിച്ചിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞുറപ്പിക്കാൻ വേണ്ടിയാണ് ലവ് ജിഹാദ് പോലെയുള്ള പ്രസ്താവനയുമായി ഇപ്പോൾ നിയമത്തിൽ എവിടെയും നിർവചനമല്ല ഈ ലവ് ജിഹാദ് എന്നത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ആസൂത്രിതമായിട്ടുള്ള അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളപ്പോൾ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ ഒരു വോട്ടിന് വേണ്ടി ഇങ്ങനെ ഒരു വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ ഈ BJPക്ക് അകത്തുനിന്നും? അല്ലെങ്കിൽ ശ്രീലേഖ മാത്രമാണോ ഇങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നത്? ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. മറ്റ് BJP നേതാക്കൾ ഈ പ്രസ്താവന ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഈ നിലപാടിനോട് അനുകൂലിക്കുമോ എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. കണ്ടു തന്നെ അറിയണം. കാരണം ഈ പ്രസ്താവന ഇപ്പോൾ പുറത്ത് വന്ന് വാർത്തയാക്കുമ്പോഴാണ് ചർച്ചയാകുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ വേദിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽ നിന്ന് അത്തരം പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ അത്തരമൊരു അന്വേഷണം നടത്തി കൃത്യമായി ഒരു നിയമപരമായ നിഗമനത്തിലെത്തിയ ഒരു വിഷയത്തിലാണ് പിന്നീടും ഈ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് വലിയ വിവാദമാകും എന്ന തിരിച്ചറിവോടെ തന്നെ ആകണം ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി ശ്രീലേഖ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇത് വലിയ ചർച്ച ഇപ്പോൾ ആകുന്നുണ്ട്. എന്തായാലും മറ്റ് കക്ഷികൾ ഇത് വലിയ വിവാദമായി വിമർശനമായി ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ കാര്യം മറ്റ് BJP നേതാക്കൾ ഈ പ്രസ്താവനയെ അനുകൂലിക്കുമോ, ഈ നിലപാടുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളത് തന്നെയാണ്. ശരി, തീർച്ചയായും ശ്രീലേഖയുടെ ഈ ലവ് ജിഹാദ് പരാമർശം മറ്റ് നേതാക്കൾ ഓൺ ചെയ്യുമോ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്.